നിങ്ങളെ ആളുകൾ കഴിഞ്ഞ കാലത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് നിങ്ങൾ സമ്മതിക്കേണ്ടതില്ല. അജ്ഞാനിയായിട്ടുള്ള ആളുകൾ നിങ്ങളെ എപ്പോഴും ചോദ്യം ചെയ്യും, നിങ്ങൾ എന്താണ് അങ്ങനെ ചെയ്തത്, എനിക്കെന്താണ് ഇങ്ങനെ സംഭവിച്ചത്. അവർക്ക് മനസ്സിലാകുന്നില്ല അവർ സ്വന്തം കർമ്മഫലം തന്നെയാണ് അനുഭവിക്കുന്നതെന്ന്. പലപ്പോഴും അവരുടെ കർമ്മങ്ങൾ നിങ്ങളെ പ്രവർത്തിപ്പിക്കുന്നു. നിങ്ങളൊരു വ്യക്തിയോടൊരു പ്രത്യേക രീതിയിൽ പ്രതികരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല, പക്ഷേ ചില കാര്യങ്ങൾ വന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ രീതിയിൽ തന്നെ പ്രതികരിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും കഴിഞ്ഞു പോയ ആ കാര്യത്തിൽ അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുന്നു. എന്നാൽ അത് അജ്ഞാനവും തമ്മിലുള്ള കളി മാത്രമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, വിശദീകരണം വേണ്ട, ഒരു പ്രയോജനവുമില്ല വിശദീകരണം കൊണ്ട്. അവരതിൽ മുടുക്കിയിരിക്കുന്നു, നിങ്ങളെയും അതിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് തോന്നും, ദൈവമേ, ഞാൻ ഇയാളെ എങ്ങനെ കൈകാര്യം ചെയ്യും. ജ്ഞാനികളുടെ സമൂഹം അങ്ങനെ പെരുമാറുകയില്ല. അവർ മനസ്സിലാക്കുന്നു എല്ലാ സംഭവങ്ങളുടെയും കാരണവും ഫലവും അദൃശ്യവും അജ്ഞാതവുമാണെന്ന്. അതുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. അതിൻ്റെ അർത്ഥം നിർവികാരമായിരിക്കണമെന്നല്ല. ഇത് ഞാൻ തരുന്ന മുന്നറിയിപ്പാണ്, നിങ്ങൾ കേൾക്കണം. അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. പറഞ്ഞു കൊടുക്കുക, അവഗണിക്കുക.